എവ്രി വൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മളൊരു റിയാക്ഷൻ പോലത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ, അതായത് നോക്കിയ ഫോൺസിൻ്റെ ഒരു എവല്യൂഷൻ പോലത്തെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ 1995 മുതലൊക്കെ നോക്കിയ ഉണ്ടാക്കിയിരിക്കുന്ന ഫോണുകളും ഒരു 2000-ലൊക്കെ ഉള്ള പല ഫോണുകളും ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടു. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി വന്നു. കാരണം നമ്മൾ കുറേ ആൾക്കാർക്ക് ആ ഒരു മൊബൈൽ ഫോൺ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫസ്റ്റ് ഫോൺ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാലഘട്ടമാണല്ലോ ആ ഒരു ടൈമിലൊക്കെ. കുറച്ച് യങ് അല്ലാത്ത ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. എയർടെലൊക്കെ 1995-ലാണല്ലോ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. 98-ന് ശേഷമൊക്കെയാണ് നമ്മുടെ ഫോണുകളൊക്കെ വരാൻ തുടങ്ങിയത്. നമ്മളൊക്കെ ഫോൺ എക്സ്പീരിയൻസ് ചെയ്ത ആദ്യത്തെ ഒരു ഡിവൈസസ് ആണ് ചിലപ്പം നമുക്ക് പറയാൻ നോക്കിയ, സോണി എറിക്സൺ, അൽക്കട്ടിൽ, അങ്ങനെയുള്ള പല കമ്പനികളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നോക്കിയൻ്റെ പല ഫേമസ് ആയിട്ടുള്ള പല മോഡലുകളും ഒക്കെ നമുക്കൊന്ന് വെറുതെ ഓടിച്ച് നോക്കാം. 1998 കാലഘട്ടത്തിലൊക്കെ വന്നിരുന്ന ഫോൺസാണ് ഇതൊക്കെ, അല്ലേ? ഈ ഒരു ബ്രിക്ക് ഫോൺസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഫോണുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോമാറ്റ് ആയിരുന്നു. പിന്നെ ഈ ക്രോം പ്ലേറ്റഡ് ഇങ്ങനത്തെ മോഡൽസ് വരാൻ തുടങ്ങി. എല്ലാം ഒരു ഗ്രീൻ സോർട്ട് ഓഫ് ഡിസ്പ്ലേ തന്നെയായിരുന്നു നോക്കി കൊണ്ടുവന്നിരുന്നത്. 1999-2000 ആയപ്പോൾ വളരെയധികം ഡിസൈൻ ചേഞ്ച് വരാൻ തുടങ്ങി, അല്ലേ? നോക്കിയയിൽ ബ്രിക്ക് ഫോൺസ് ആണെങ്കിലും കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള ഫോൺസ് വരാൻ തുടങ്ങി. 2000-ന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഡിസൈനിൽ ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ ഫോൺസും ഭയങ്കര ഡിസൈൻ എക്സ്പെരിമെൻറ്റേഷൻ്റെ അങ്ങേ അറ്റമാണ് നോക്കി ചെയ്തിരുന്നത്. ആ സമയത്ത് കോമ്പീറ്റ് ചെയ്യുന്ന ഏത് കോമ്പറ്റീറ്ററിനെ നോക്കിക്കഴിഞ്ഞാലും നോക്കിൻ്റെ ഫോൺസ് സ്റ്റാൻഡ് ഔട്ട് ഫോൺസ് ആയി. ഇപ്പോൾ 2000-ൽ ഇറങ്ങിയ ഈ ഒരു മോഡൽ 3310 ഭയങ്കര ലെജൻഡറി മോഡലാണ് ഇപ്പോഴും, അല്ലേ? നമ്മൾ കുറേ ട്രോൾസ് കാണുന്നുണ്ട്, മീമുകൾ കാണുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രക്റ്റബിൾ, അതായത് പൊട്ടൂല, എന്ത് കളിച്ചാലും പൊട്ടൂല, അത്രക്ക് വെയിറ്റ് ഉള്ള ഫോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 10 ദിവസമൊക്കെ ബാറ്ററി സ്റ്റാൻഡ് ബൈ ഉണ്ടായിരുന്നു ഈ ഫോണിന്. ഇപ്പോഴും നമുക്കതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് മൊബൈൽ ഫോൺ എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലേ, ഈ ഫോണുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജി ആയിരിക്കും പല ഫോണുകളും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് ഫോണാണ് ആ ഒരു സമയത്ത് ഉപയോഗിച്ചത്? ഈ ഇതിൽ ഏതെങ്കിലും നോക്കിയൻ്റെ ഫോണുണ്ടോ? അല്ല വേറെ ഏത് ഫോണാണെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക. 2001 ആയപ്പോഴേക്കും നോക്കിയ 8310 നല്ല ലൈറ്റുകളൊക്കെ ആയിട്ട് മ്യൂസിക്കൊക്കെ കളിക്കുന്ന സമയത്ത് ലൈറ്റ്സ് ഒക്കെ കത്തുമായിരുന്നു. നമ്മൾ റിംഗ് ടോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് IR പോലെ 2 ഫോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ബ്ലൂടൂത്ത് വരുന്നതിൻ്റെ ഒരു കാലം മുന്നേ നമ്മൾ ഇൻഫ്രാറെഡ് വഴി റിംഗ് ടോൺസ് ഒക്കെ അയച്ച് ഷെയർ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഫിലിം സോങ്സ് ഒക്കെ നമുക്ക് മിഡി റിംഗ് ടോൺസ്, MIDI എന്നുകൊണ്ട് മിഡി റിംഗ് ടോൺസ്, അന്ന് ഹിറ്റായ ബോളിവുഡ് ഫിലിമിൻ്റെതോ ഒക്കെ നമ്മളത് ഡൗൺലോഡ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നല്ലേ നമുക്ക്. പിന്നെ ഇപ്പോൾ നോക്കിയ 5210 ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഓറഞ്ചിഷ് സ്പോർട്ടി ലുക്കാണ്. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഗാലക്സി വാച്ച് അൾട്ര അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് അൾട്ര, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെയൊക്കെ സ്ട്രാപ്പ്, ബാൻഡ് ഡിസൈനൊക്കെ ഒരു ഓറഞ്ചിഷ് ലുക്കാണ്. അതൊരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്നത്. ഏകദേശം 25 ഇയേഴ്സ് മുന്നേ ആ ഒരു ഡിസൈൻ, നോക്കിയൻ്റെ ഡിസൈൻ ലാംഗ്വേജിൽ നമുക്ക് ഈ കളറുകളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ ബ്രിക്ക് ഫോണുകളിൽ നിന്ന് ഇങ്ങനത്തെ വളരെ ചെറിയ കോമ്പാക്ട് ഫോണുകളിലേക്ക് വന്നപ്പോൾ ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു നോക്കിയൻ്റെ ഫോണുകളൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ഡിസൈനൊക്കെ കണ്ടില്ലേ, ഈ ഫോണൊക്കെ റോട്ടറി, അന്നത്തെ റോട്ടറി ഡയൽ പോലെയൊക്കെ. ഇത് ടൈപ്പ് ചെയ്യലൊക്കെ പ്രാക്ടിക്കലി ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് ആ ഒരു ഡിസൈനിനോടുള്ള ഒരു അപ്രോച്ചാണ് ഭയങ്കര റിസ്ക് ടേക്കിംഗ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് ഡിസൈനും പരിശ്രമിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ കയ്യിൽ 2 ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡോ ആയിരിക്കും, അല്ലേ? ഏത് ഫോണാണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഒരു 2002 ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും നോക്കിയ കുറച്ചും കൂടെ മാസ് മാർക്കറ്റ് ഫോൺസ് ഇറക്കി തുടങ്ങി. ഈ 2100 ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ തുടങ്ങിയ ഫോണുകളായിരുന്നു, അല്ലേ? പിന്നെ ഇങ്ങനത്തെ കുറേ ഫോണുകൾ ആ സമയത്ത് ഇറങ്ങി, അല്ലേ? 7250, 6200. പിന്നെയുള്ള ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫോണായിരുന്നു ഈ നോക്കിയ എൻഗേജ്, അല്ലേ? പല ആൾക്കാരുടെ കയ്യിലും, കുട്ടികളുടെ കയ്യിലും ഒക്കെ ഇത് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് നോക്കിയ സിംബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇപ്പം ഈ ഫോണൊക്കെ നോക്കിയാൽ ക്യാമറ ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു 2003. അപ്പോൾ 7250 ക്യാമറ. ഈ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഇതും 3310 പോലെ തന്നെ ഭയങ്കര ഒരു പോപ്പുലർ ലെജൻഡറി ഒരു ഫോണാണ്. 6600 പോളിഫോണിക് റിംഗ് ടോൺസ് വന്നു ആ ഒരു സമയത്ത്. MP3 നമുക്ക് സേവ് ചെയ്യായിരുന്നു. പിന്നെ ഇതിൽ റിയൽ പ്ലെയർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് ചെറിയ വീഡിയോ ഫയൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമുക്കിതിൽ ജോയ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഇവിടെ ഈ നടുവിൽ കാണുന്ന ജോയ്സ്റ്റിക്ക്. പിന്നെ ഇതിലെ ക്യാമറ 2 MP ആയിരുന്നു. ഇന്നിപ്പം 2 MP എന്ന് പറഞ്ഞാൽ നമുക്ക് പുച്ഛം തോന്നും. പക്ഷേ അന്നത്തെ കാലത്ത് 2 MP എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 48 MP ക്യാമറൻ്റെ ഒരു എഫക്റ്റ് ആയിരുന്നു. അന്ന് ഇൻ്റർനെറ്റൊക്കെ വളരെ സ്ലോ ആണ്, 1G 2G ഒക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് പോലും ഈ ഫോൺസൊക്കെ ഭയങ്കര രസമായിട്ട് നമ്മളെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പിന്നെ ഇതേപോലത്തെ ക്യാം കോഡർ ടൈപ്പ് ഫോൺസൊക്കെ വന്നു.
ഫോണായിരുന്നു. ഇപ്പോൾ ഈ ഫോണൊക്കെ കണ്ടില്ല 7280 ലിപ്സ്റ്റിക് ഫോൺ എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത്. 2004-05 കാലഘട്ടം ആയിക്കഴിഞ്ഞാൽ നോക്കിയ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് സിംബിയനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. നമ്മൾ എല്ലാ നോക്കിയ ഫോൺസിലും നമ്മൾ കാണുന്ന ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നില്ലേ സിംബിയൻ. പിന്നെ കുറേ ഈ നോക്കിയൻ്റെ N സീരീസ് വന്നു, N72, പിന്നെ N91, N93. ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഫോൺസ് ആയിരുന്നു. ഈ സീരീസ് ഫോണുകൾ വന്നു, E62. അപ്പോൾ ഇതൊക്കെ ബിസിനസ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഇമെയിലിനൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ മൾട്ടിമീഡിയ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ N95. ഇത് ഭയങ്കര പോപ്പുലർ ഫോണായിരുന്നു, സ്ലൈഡ് ചെയ്ത് സ്റ്റോറേജ് ഒക്കെ ഉള്ള ഒരു ഫോണായിരുന്നു. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഐപോഡ് ഒരു ലെജൻഡറി ഡിവൈസായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്, 2005-06 ആ ഒരു ടൈമിൽ. അപ്പോൾ ഐപോഡ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് മ്യൂസിക്കും കൺസ്യൂം ചെയ്യാൻ ഒരു ഡിവൈസ് കൊണ്ടുവന്നത് ഭയങ്കര പോപ്പുലർ ആക്കിയതോടുകൂടി നോക്കിയൊക്കെ മനസ്സിലായി കുറച്ചും കൂടെ ആ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ ഫോണിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പ്രസ് മ്യൂസിക് അങ്ങനത്തെ ഒക്കെ ഫോണുകൾ വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ആ സമയത്താണ് ആപ്പിൾ ശരിക്കും അണിയറയിൽ ഐഫോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. 2007 സ്റ്റീവ് ജോബ്സ് ഫസ്റ്റ് ഐഫോൺ ലോഞ്ച് ചെയ്യുന്നത്. 2007 ഒക്കെ ആണെങ്കിൽ പോലും ഈ ഒരു ടൈപ്പ് ഓഫ് ഫോൺസ് ആണ് അപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. കീബോർഡ് ഫോക്കസ്ഡ് ഫോൺസ് ആയിരുന്നു. ഐഫോൺ ആ ഒരു റെക്ടാങ്കിൾ വെറും സ്ക്രീനോട് കൂടി കീബോർഡ് ലെസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് റെവല്യൂഷനായിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നതോടുകൂടി നോക്കിയ പതറാൻ തുടങ്ങി. നോക്കിയ മാത്രമല്ല, ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സും ഇൻക്ലൂഡിങ് ബ്ലാക്ക്ബെറി പതറാൻ തുടങ്ങി. പ്രീമിയം സെഗ്മെൻറ്റ് ആപ്പിളും സാംസങ് അപ്പോഴേക്കും ഗാലക്സി ഫോൺസ് ഇറക്കി അവരും അത് ആ മാർക്കറ്റ് പിടിക്കാൻ തുടങ്ങിയതോടുകൂടി നോക്കിയ ശരിക്കും അവരുടെ കൈ വിട്ടു പോകാൻ തുടങ്ങി. ഇപ്പോൾ 2008, അതായത് ഐഫോൺ ഇറങ്ങിയ ഒരു കൊല്ലം കഴിഞ്ഞ് അപ്പോഴാണ് നോക്കിയ 5800 എക്സ്പ്രസ് മ്യൂസിക് ഒക്കെ വരുന്നത്. ഈ ഫോണിനൊന്നും നോക്കിയനെ പിന്നെ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐഫോണിൽ വന്ന iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭയങ്കര സുപ്പീരിയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഇതിനേക്കാളും. ഓരോ കൊല്ലവും റിവൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അവർ കൊണ്ടുവരുന്നതോടുകൂടി നോക്കിയക്ക് ശരിക്കും സോഫ്റ്റ്വെയറിലും പതറാൻ തുടങ്ങി. അങ്ങനെ ഒരു 2010 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയ മൈക്രോസോഫ്റ്റിനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ലൂമിയ ഫോൺസ് ഇറക്കാൻ തുടങ്ങിയത്, അതായത് വിൻഡോസ് ഫോണുകൾ. അപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അവർ റെഡിയായില്ല ആൻഡ്രോയിഡ് അക്സെപ്റ്റ് ചെയ്യാൻ. സിംബിയൻ സക്സസ് ആവില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ മെല്ലെ വിൻഡോസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി. എന്നിട്ട് പോലും വിൻഡോസും പതറി. iOSൻ്റെ കൂടെ ആൻഡ്രോയിഡിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഇവർക്ക് പിടിച്ചിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞോടുകൂടി ഒരു 2014-15 ആയപ്പോഴേക്കും തന്നെ നോക്കിയ ഏകദേശം കംപ്ലീറ്റ് സെയിൽസ് ഒക്കെ ഡൗൺ ആയി, വളരെ മോശം അവസ്ഥയായപ്പോഴാണ് മൈക്രോസോഫ്റ്റ് എത്രയോ $1 ബില്യൺ നോക്കിയന് മേടിച്ചും. പിന്നെ അതിനുശേഷം HMD ഗ്ലോബൽ എന്ന് പറഞ്ഞ വേറൊരു ചൈനീസ് കമ്പനി 2018 ശേഷം ഇങ്ങനത്തെ ആൻഡ്രോയിഡ് ഫോൺസും നോക്കിയ ഇറക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യമാണ്. നോക്കിയ ഫോൺസ് പണ്ട് ഉപയോഗിച്ച ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലേ, നമ്മളൊക്കെ ഒരു ഫസ്റ്റ് ഫോൺസാണ്. നമ്മളൊക്കെ ശരിക്കും ആദ്യമായിട്ട് മൊബൈൽ ഫോണിലേക്ക് വന്നത്, നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്, പല രീതിയിൽ നോക്കിയാൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മളെ കയ്യിലെത്തിച്ചത് നോക്കിയനെ പോലത്തെ കമ്പനി തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പനി മൺമറഞ്ഞു പോയി. ഇപ്പോൾ ആപ്പിളും അങ്ങനത്തെ വേറെ കമ്പനീസൊക്കെയാണ് വന്നത്. ഇപ്പോൾ സാംസങ്ങിനെ നോക്കിയാൽ അന്ന് സാംസങ് വളരെ അഗ്രസീവായിട്ട് ആൻഡ്രോയിഡിൻ്റെ ഇതിലേക്ക് വണ്ടിയിലേക്ക് കയറിയത് കൊണ്ടാണ് ഇന്ന് സാംസങ് പിടിച്ചു നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോക്കിയ ഫോൺസിൻ്റെ ഒരു ഓർമ്മ ഞാൻ പുതുക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ സോണി എറിക്സൺ ചെയ്യാം, പിന്നെ അതിനുശേഷം സാംസങ്ങിൻ്റെ ഗാലക്സി ഫോണുകളൊക്കെ ചെയ്യാം. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന പഴയ ഫോൺ ഏതാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് ജിനി സൈനിങ് ഓഫ് ഫ്രം ദിസ് ഫോൺ.